ഓക്കെ. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ 1ൻ്റെ 4th പാർട്ട് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇതോടുകൂടി കഴിഞ്ഞു. ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതിൽ സപ്ലൈ ചെയിൻ എന്താണ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണ്, അതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സപ്ലൈ ചെയിനിൽ നിന്ന് തുടങ്ങാം. സോ വാട്ട് ഈസ് സപ്ലൈ ചെയിൻ? സി, ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്ത് ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കുന്നത് വരെയുള്ള എൻറ്റയർ നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സപ്ലൈ ചെയിൻ ഇസ് ദ എൻറ്റയർ നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ വർക്കിംഗ് ടുഗദർ. എന്തിനു വേണ്ടി? ടു ഡിസൈൻ ടു പ്രൊഡ്യൂസ്, ഡെലിവർ ആൻഡ് സർവീസ് എ പ്രൊഡക്റ്റ്. സോ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത്, പ്രൊഡ്യൂസ് ചെയ്ത്, ഡെലിവർ ചെയ്ത്, അത് സർവീസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ഓർഗനൈസേഷനെയും കൂടി ഒരുമിച്ച് പറയുന്ന, കോമൺ ആയിട്ട് വിളിക്കുന്ന, അവരെല്ലാവരും ഉൾപ്പെടുത്തി പറയുന്ന പേരാണ് സപ്ലൈ ചെയിൻ. ക്ലിയർ അല്ലേ? ശരി. അപ്പോൾ സപ്ലൈ ചെയിനിൽ ആരൊക്കെ ഉണ്ടാവും? സപ്ലൈ ചെയിനിൽ ബേസിക്കായിട്ട് ഇത്രയും പേര് ഉണ്ടാവും. വെൻഡേഴ്സ്, റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യണ വെൻഡേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് ഹൂ കൺവേർട്ട് റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് വെയർഹൗസസ് ഹൂ സ്റ്റോഴ്സ് ദ ഫിനിഷ്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ഹൂ ദാറ്റ് ഡെലിവേഴ്സ് ദിസ് ഗുഡ്സ് ടു ദ റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിലേക്ക് ഡെലിവർ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്. റീറ്റെയിലേഴ്സിൽ നിന്നാണ് കസ്റ്റമേഴ്സിലേക്ക് പോകുന്നത്. ആൻഡ് അവസാനം സർവീസ് സെൻറ്റേഴ്സ്. ഇത്രയും ആൾക്കാർ എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും? ഒരു സപ്ലൈ ചെയിനിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പോൾ ബേസിക്കലി ഒരു കസ്റ്റമറുടെ റിക്വസ്റ്റ്, കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ സർവീസ്, ചില മാനുഫാക്ചറിങ് കൊണ്ട് സർവീസ് കമ്പനീസ് ഉണ്ടല്ലോ. അപ്പോൾ കസ്റ്റമറിന് എന്താണോ ആവശ്യം, ആ കസ്റ്റമർ റിക്വസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന, എല്ലാ സ്റ്റേജിലും ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സപ്ലൈ ചെയിൻ. അപ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന എല്ലാവരെയും നമ്മളതിൽ ഒരു സപ്ലൈ ചെയിനിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, സോ ബേസിക്കലി സപ്ലൈ ചെയിൻ ജനറലായിട്ട് സപ്ലൈ ചെയിൻ ഇങ്ങനെയായിരിക്കും. ആരൊക്കെ ഉണ്ടാവും സപ്ലൈ ചെയിനിൽ? പക്ഷേ ഇത് ജനറലാണ് കേട്ടോ. ഞാൻ ഇത്രയും കൂടെ റിയൽ ലൈഫ് എക്സാമ്പിൾ അടുത്തത് കാണിച്ചു തരാം. ഇത്രയും കൂടെ കോംപ്ലക്സ് ആണ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഇത് ജനറൽ സപ്ലൈ ചെയിൻ ഇതാ പറയുന്നത്. അപ്പോൾ ജനറലായിട്ട് നോർമലി മാനുഫാക്ചറർ ഉണ്ടാവും, ഹോൾസെയിലർ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും, കസ്റ്റമർ ഉണ്ടാവും. ഓക്കെ, കസ്റ്റമറിലോട്ട് എത്തിക്കാൻ ഇവർ 3 പേരുമാണ് ഉണ്ടാവുന്നത്. അടുത്തത് ചില ടൈപ്പ്, ഇപ്പോൾ റിലയൻസ്, ബിഗ് ബസാർ, ഇവരുടെയൊക്കെ കേസിൽ ഹോൾസെയിലർ ഇല്ല. അവർ തന്നെ ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി ഫ്രം ദ മാനുഫാക്ചറർ ഈ ബിഗ് ബസാർ, റിലയൻസ് അവരൊക്കെയാണ് പർച്ചേസ് ചെയ്യണത്. ആൻഡ് ദേ ആർ ഡെലിവറിങ് ഇറ്റ് ടു ദ കസ്റ്റമർ. ക്ലിയർ അല്ലേ? അപ്പോൾ മാനുഫാക്ചറർ ആൻഡ് റീറ്റെയിലർ മാത്രമേ ഉള്ളൂ. ഇനി ചില ടൈപ്പ് സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ BHEL എന്നൊക്കെ പറയണവർ, ഇങ്ങനത്തെ കമ്പനീസ് ഗവൺമെന്റിനാണ് ഡയറക്ട്ലി സെല് ചെയ്യണത്. അപ്പോൾ കസ്റ്റമർ ഗവൺമെന്റ് ആണ്. സോ ദർ ഇസ് ഓൺലി മാനുഫാക്ചറർ ഇസ് ഡയറക്ട്ലി സെല്ലിങ് ദിസ് ടു കസ്റ്റമർ. ക്ലിയർ അല്ലോ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ജനറിക് സപ്ലൈ ചെയിൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു റിയൽ ലൈഫ് സപ്ലൈ ചെയിൻ എങ്ങനെ ഇരിക്കും? റിയൽ ലൈഫിൽ ഇത്തിരി കോംപ്ലക്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കസ്റ്റമറാണ്. ഞാൻ ബിഗ് ബസാറിൽ നിന്ന് ഒരു ഡിറ്റർജൻറ്റ് പർച്ചേസ് ചെയ്യുമെന്ന് വിചാരിക്കും. ഐ എം ഗോയിങ് ടു പർച്ചേസ് ഡിറ്റർജൻറ്റ് ഫ്രം ബിഗ് ബസാർ. ഓക്കെ, ഒരു സോപ്പ് പാക്കറ്റ് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ആ സപ്ലൈ ചെയിനിൽ എൻ്റെ ഒരു കസ്റ്റമർ, ഞാൻ ഒരു കസ്റ്റമർ അല്ലേ, എൻ്റെ ഒരു കസ്റ്റമർ റിക്വസ്റ്റ് ആണ്, ഐ എം ഗോയിങ് ടു പർച്ചേസ്, ഐ നീഡ് എ പാക്കറ്റ് ഓഫ് ഡിറ്റർജൻറ്റ്. ആ ഒരു റിക്വസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ എത്ര പേര് ഈ സപ്ലൈ ചെയിനിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നോക്കിയേ, ഇതിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഒബ്വിയസ്ലി ബിഗ് ബസാർ. ഞാൻ അവിടെ നിന്നാണല്ലോ പർച്ചേസ് ചെയ്യണത്. സോ ഫസ്റ്റ് ബിഗ് ബസാർ ഇൻക്ലൂഡഡ് ആണ്. ബിഗ് ബസാറിന് ഈ ഡിറ്റർജൻറ്റ് വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്നാണ്. സോ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ഇസ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ. ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ഗെറ്റ്സ് ദിസ് ഫ്രം ദ മാനുഫാക്ചറർ. പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ, P&Gയുടെ ഒരു ഡിറ്റർജൻ്റ് ആണ് നമ്മൾ വാങ്ങിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ മാനുഫാക്ചറിങ് കമ്പനി പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ. ശരി, ഇവിടെ വെച്ച് തീർന്നോ? ഇല്ല, സപ്ലൈ ചെയിൻ ഇവിടെ വെച്ച് തീരുന്നില്ല. ഇവർ മാനുഫാക്ചർ ചെയ്യുമല്ലേ. ഇവർ ഈ ഡിറ്റർജൻറ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ 3 കമ്പനീസ്. ആരൊക്കെയാണ്? ഒന്ന് കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനീനെ, അവരുടെ ആ കെമിക്കൽ, എന്തോ ഒരു കെമിക്കൽ വെച്ചിട്ടാണല്ലോ ഈ ഡിറ്റർജൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കെമിക്കൽ വരുന്നത് അതൊക്കെ ബേസിക്കലി പെട്രോളിയം ബൈ പ്രൊഡക്ട്സ് പോലത്തെ സംഭവങ്ങളാണ്. ഓക്കെ,
അപ്പോൾ ഈ കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനിയുടെ കയ്യിൽ നിന്നാണ് P&G അവരുടെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണത്. ക്ലിയർ അല്ലേ? സോ കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനീസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ് സപ്ലൈ ചെയിൻ. ഇനി P&G ഈ ഡിറ്റർജൻറ്റ് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടല്ലേ നമുക്ക് തരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസിങ് കമ്പനീസ് ഇൻവോൾവ് ഇൻ ദിസ് സപ്ലൈ ചെയിൻ. അതേപോലെ ഈ പ്ലാസ്റ്റിക് പാക്കറ്റ്സ് എല്ലാം കൂടി ഒരു സ്ക്വയർ കാർട്ടൺ ബോക്സിലിട്ടിട്ടല്ലേ ഓരോ സ്ഥലത്തേക്കൊക്കെ സെല്ല് ചെയ്യണത്. അപ്പോൾ ഈ കാർട്ടൺ മാനുഫാക്ചർ ചെയ്യണ കമ്പനി എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? സപ്ലൈ ചെയിനിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി പ്ലാസ്റ്റിക് പ്രൊഡ്യൂസർ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? സിമിലർലി ഇവിടെ ഒരു കെമിക്കൽ മാനുഫാക്ചറിങ് ഇല്ലേ, അതേപോലെ സെയിം കമ്പനി ആവണമെന്നില്ല, അനദർ കെമിക്കൽ മാനുഫാക്ചറിങ് കമ്പനിയുടെ കയ്യിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസർ അവരുടെ റോ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യണത്. ഓക്കെ. കാർട്ടന് എന്താണ് വേണ്ടത്? കാർട്ടൺ മാനുഫാക്ചർ ചെയ്യാൻ പേപ്പേഴ്സ് വേണം. പേപ്പർ വെച്ചല്ലേ കാർട്ടൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദിസ് മാനുഫാക്ചറിങ് കമ്പനി ഈസ് സോഴ്സിങ് ഇറ്റ്സ് മെറ്റീരിയൽസ് ഫ്രം എ പേപ്പർ മാനുഫാക്ചറിങ് കമ്പനി. അപ്പോൾ പേപ്പർ മാനുഫാക്ചറിങ് കമ്പനി ഇതിൻ്റെ ഒരു പാർട്ടായി. പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ എന്താണ്? ടിമ്പർ ഇൻഡസ്ട്രി, അതായത് മരത്തിൽ നിന്നാണല്ലോ പേപ്പർ ഉണ്ടാക്കുന്നത്. സോ ടിമ്പർ ഇൻഡസ്ട്രി ഈസ് പാർട്ട് ഓഫ് ദി സപ്ലൈ ചെയിൻ. മനസ്സിലായി? അപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആണ് ഒരു റിയൽ ലൈഫ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കാണിച്ചു തന്നത് ഒരു ജനറിക് സപ്ലൈ ചെയിൻ ആണ്. ക്ലിയർ അല്ലേടാ? റിയൽ ലൈഫിൽ ഇത് ഇത്രയും നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ, ഈ എൻറ്റയർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ സപ്ലൈ ചെയിൻ എന്താണെന്ന് മനസ്സിലായി. ദ എൻറ്റയർ നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ആർ ഇൻവോൾവ് ഇൻ എന്തിൽ? വർക്കിംഗ് ടുഗദർ ടു ഡിസൈൻ, പ്രൊഡ്യൂസ്, ഡെലിവർ ആൻഡ് സർവീസ് എ പ്രൊഡക്റ്റ്. ക്ലിയർ അല്ലേടാ? ശരി, അടുത്തതില്ലേ, ഈ സപ്ലൈ ചെയിനിൽ കൂടെ, ഒരു ചെയിനല്ലേ ഇത്, നെറ്റ്വർക്ക് അല്ലേ, ഈ നെറ്റ്വർക്കിൽ കൂടെ എന്താണ് ഫ്ലോ ചെയ്യണത്? ബേസിക്കലി 3 തിങ്സ് ആർ ഫ്ലോയിങ് ത്രൂ എ സപ്ലൈ ചെയിൻ. 3 കാര്യങ്ങൾ ഫ്ലോ ചെയ്യുന്നുണ്ട്. ദർ ഇസ് ഇൻഫർമേഷൻ ഫ്ലോ, ദർ ഇസ് പ്രൊഡക്റ്റ് ഫ്ലോ ആൻഡ് ദർ ഇസ് മണി ഫ്ലോ. ഫസ്റ്റ് തന്നെ പ്രൊഡക്റ്റ് ഫ്ലോനെ കുറിച്ച് പറയാം. പ്രൊഡക്റ്റ് ഫ്ലോ ഇൻക്ലൂഡ്സ് മൂവിങ് ഗുഡ്സ് ഫ്രം സപ്ലയർ ടു കസ്റ്റമർ ആസ് വെൽ ആസ് ഡീലിംഗ് വിത്ത് കസ്റ്റമർ സർവീസ് നീഡ്. അതായത് കസ്റ്റമറിലേക്ക്, സപ്ലയറിൽ നിന്ന് കസ്റ്റമറിലേക്ക് ഗുഡ്സ് മൂവ് ചെയ്യാനുണ്ട് ഒരു സൈഡിലേക്ക്. കണ്ടോ, കസ്റ്റമറിലേക്ക് ഇങ്ങനെ ഗുഡ്സ് മൂവ് ചെയ്യും. അതേപോലെ തിരിച്ച് എന്തെങ്കിലും സർവീസ് ഉണ്ട്, വാറണ്ടി റീപ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ തിരിച്ച് ഈ ഗുഡ്സ് എങ്ങോട്ട് മൂവ് ചെയ്യണം? സപ്ലയറിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ് നടക്കുന്നുണ്ട് സപ്ലൈ ചെയിനിൽ കൂടി. ഓക്കെ. പ്രൊഡക്റ്റ് ആദ്യം വിൽക്കും, ചില സമയത്ത് തിരിച്ചെടുക്കേണ്ടി വരും. ചില ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്, എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് വരുവാണെങ്കിൽ അത് തിരിച്ച് കസ്റ്റമറിൻ്റെ നിന്ന് പിക്ക് ചെയ്ത് റീപ്ലേസ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലേക്കും എന്ത് വരാം? പ്രൊഡക്റ്റ് ഫ്ലോ വരാം. അടുത്തത് ഇൻഫർമേഷൻ ഫ്ലോ. ഇൻഫർമേഷൻ, ഡെലിവറി സ്റ്റാറ്റസ്, ഇത് എത്താറായോ? കസ്റ്റമറിന് ഡെലിവർ ആകുമ്പോൾ കസ്റ്റമർ സൈൻ ചെയ്ത് കൊടുക്കും, ഓക്കെ ആയോ ദിസ് പ്രൊഡക്റ്റ്. ആമസോണിലൊക്കെ വരുമ്പോൾ സൈൻ ചെയ്ത് കൊടുക്കും, ഓക്കെ പ്രൊഡക്റ്റ് ഇസ് റിസീവ്ഡ്. അപ്പോൾ ആ ഇൻഫർമേഷൻ തിരിച്ചാൽ എവിടേക്ക് എത്തും? സപ്ലയറിലേക്ക് എത്തും. അതേപോലെ കസ്റ്റമർ ഫീഡ്ബാക്ക്. സോ ഇൻഫർമേഷൻ ഇസ് ഫ്ലോയിങ്, രണ്ട് സൈഡിലേക്കും ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ മണി ഫ്ലോ ഉണ്ട്. മണി ഫ്ലോ, കസ്റ്റമർ പേ ചെയ്യും, ചിലപ്പോൾ കസ്റ്റമറിന് തിരിച്ച് റീഫണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ മണി ഓൾസോ ഇസ് ഫ്ലോയിങ് ഇൻ ദിസ് സപ്ലൈ ചെയിൻ. സോ ബേസിക്കലി ഇതൊക്കെയാണ് സപ്ലൈ ചെയിനിലുള്ള 3 ഫ്ലോസ്. ക്ലിയർ അല്ലേടാ? ഇനി നമുക്ക് എന്താണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് നോക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ 3 ഫ്ലോ ഉണ്ടെന്ന്. ഇൻ എ സപ്ലൈ ചെയിൻ ദർ ആർ 3 ഫ്ലോ: ഇൻഫർമേഷൻ ഫ്ലോ, പ്രൊഡക്റ്റ് ഫ്ലോ ആൻഡ് മണി ഫ്ലോ. ഈ 3 ഫ്ലോയിനെയും, സപ്ലൈ ചെയിനിലുള്ള 3 ഫ്ലോയിനെയും മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്, ഡേറ്റ, ഇൻഫർമേഷൻ ഫ്ലോ ആൻഡ് ഫൈനാൻസസ്, മണി ഫ്ലോ. ഈ 3 ഫ്ലോ മാനേജ് ചെയ്യുന്നതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ടു ആൻഡ് ഫ്രോ മൂവ്മെൻ്റ് ഉണ്ട്, പ്രൊഡക്ട്സ് ഫ്ലോ ചെയ്യുന്നുണ്ട്, മണി ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണ്ടേ, പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണ്ടേ? എപ്പോൾ എന്ത് സാധനം എവിടേക്ക് എത്തണം, പ്രൊഡക്റ്റ്, മണി, എല്ലാ സാധനവും. ഓ, സെക്കൻഡ്. ഓക്കെ. സോ ഞാൻ ജസ്റ്റ് ഒരു ഇവിടെ ഒരു ഇത് പറ്റി, അതുകൊണ്ട് ഞാൻ അതൊന്നുകൂടെ പറയണം. എൻ്റെ ആ ഫ്ലോ പോയി, ഞാൻ ഒന്നുകൂടെ പറയണം. സപ്ലൈ ചെയിൻ, അപ്പോൾ എന്താ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ
ഫ്ലോ ഓഫ് ഗുഡ്സ് എന്ത് 3 ഫ്ലോ ഉണ്ട്. ഫ്ലോ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഫ്ലോ, ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഫ്ലോ, ഫൈനാൻസസ് എന്ന് പറഞ്ഞാൽ മണി ഫ്ലോ. അപ്പോൾ ഈ 3 കാര്യങ്ങളും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുള്ളൂ, നമുക്ക് കസ്റ്റമർ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 ഫ്ലോയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന ആ ഫങ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ബേസിക്കലി സപ്ലൈ ചെയിനിലുള്ള എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ആ സപ്ലൈ ചെയിനിൻ്റെ ഉള്ളിൽ ഇത്രയും ആൾക്കാരില്ലേ, നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻ, അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ശരി, ഇനി സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ബേസിക്കലി ഒരു സപ്ലൈ ചെയിൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഈ സപ്ലൈ ചെയിൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം. സപ്ലൈ ചെയിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ആക്ടിവിറ്റിയുമായിട്ട് അലൈൻഡ് ആയിരിക്കണം, കമ്പനിയുടെ ഓവറോൾ ഒബ്ജക്റ്റീവുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. കാരണം പല കമ്പനീസും പല രീതിയിലായിരിക്കും മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചില കമ്പനീസ് എന്ന് പറയണത് അവരുടെ ലോ കോസ്റ്റ് സ്ട്രാറ്റജി ആയിരിക്കും, മനസ്സിലായി. അപ്പോൾ സപ്ലൈ ചെയിനും അതേപോലെ ആയിരിക്കണം, സപ്ലൈ ചെയിൻ്റെ സ്ട്രാറ്റജിയും അത്രയും ലോ കോസ്റ്റ് ആയിരിക്കണം. ഓക്കെ, ഓരോ കമ്പനിക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പിസ്സ ഡെലിവറി ആണെങ്കിൽ ചിലവരുടെ ഇതെന്ന് പറയുന്നത് 30 മിനിറ്റ്സിനുള്ളിൽ ഡെലിവറി ചെയ്തില്ലെങ്കിൽ പിസ്സ വിൽ ബി ഫ്രീ ഫോർ യു. ഓക്കെ, അപ്പോൾ അതാണ് കമ്പനിയുടെ ഒരു സ്ട്രാറ്റജിയാണ്, അത് 30 മിനിറ്റ്സിൽ ഡെലിവറി ചെയ്യണം. അപ്പോൾ ദ സപ്ലൈ ചെയിൻ ഷുഡ് വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യണം, in such a way that it will be able to deliver the pizza in 30 minutes. 30 മിനിറ്റ്സിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും, അത് ഉറപ്പുവരുത്തണം സപ്ലൈ ചെയിൻ. അപ്പോൾ അങ്ങനെ സപ്ലൈ ചെയിനിന് കമ്പനിയുടെ സ്ട്രാറ്റജീസുമായിട്ട് അലൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി, എങ്ങനെ സപ്ലൈ ചെയിൻ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള ആ സ്ട്രാറ്റജിക്കാണ് നമ്മൾ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എന്തിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? ഓക്കെ, അപ്പോൾ ഇത് ഇതേപോലെ തന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ കൂടുതൽ എക്സാമ്പിളാണ്, നിങ്ങൾ വായിച്ചു നോക്കിയ ടെക്സ്റ്റിലുണ്ട്, ഇതിൽ കൂടുതൽ എക്സാമ്പിളാണ്. നിങ്ങൾ ഇതിൻ്റെ ഹെഡിങ് ആ റെഡ് എഴുതിയേക്കണത് മാറ്റരുത്, അതെന്തായാലും വേണം. ഓക്കെ, സോ ഫസ്റ്റ് കാറ്റഗറി, വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ്, വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് സപ്ലൈ ചെയിൻ, എന്താണ് സപ്ലൈ ചെയിൻ ഇത്ര ഇമ്പോർട്ടൻറ്റ്? സപ്ലൈ ചെയിൻ ബൂസ്റ്റ് കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ സപ്ലൈ ചെയിൻ ഹെൽപ്പ് ചെയ്യും. കാരണം പ്രോപ്പർ സപ്ലൈ ചെയിൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ഡെലിവർ ദ ഗുഡ്സ് അറ്റ് റൈറ്റ് ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷനിൽ സാധനം അവൈലബിൾ ആയിരിക്കണം, അറ്റ് റൈറ്റ് ഡെലിവറി ടൈം, നേരത്തെ പറഞ്ഞ പോലെ ആ ഡെലിവറി ടൈം കമ്മിറ്റ്മെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. ആൻഡ് സപ്ലൈ ചെയിൻ ഓൾസോ ഹെൽപ്സ് ഇൻ റൈറ്റ് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് കസ്റ്റമറിന് കൊടുക്കാനും സപ്ലൈ ചെയിൻ ആവശ്യമുണ്ട്. ക്ലിയർലി ഈ എക്സാമ്പിളൊക്കെ വെറുതെ വായിച്ചാൽ മതി, ഞാനൊന്നും റിപ്പീറ്റ് ചെയ്യണില്ല കേട്ടോ, വെറുതെ വായിച്ച സിമ്പിൾ സംഭവമായതുകൊണ്ടാണ് അത് പറയാത്തത്. ഇനി അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, സപ്ലൈ ചെയിൻ വിൽ ഹെൽപ്പ് ഇൻ ബൂസ്റ്റിംഗ് കസ്റ്റമർ സർവീസ് കോസ്റ്റ്. നെക്സ്റ്റ്, സപ്ലൈ ചെയിൻ വിൽ റിഡ്യൂസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ സപ്ലൈ ചെയിൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്? ഫോർ എക്സാമ്പിൾ ക്യാരിയിങ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പർച്ചേസിങ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യും. എങ്ങനെ പർച്ചേസ് കോസ്റ്റിങ്? ബിക്കോസ് ക്വിക്കായിട്ട് കറക്റ്റ് ടൈമിൽ, ഇത് തന്നെ പറയണത്, ഹോൾഡിംഗ് കോസ്റ്റ് കുറയും. നമുക്ക് കറക്റ്റായിട്ട് ഗുഡ്സ് JIT സിസ്റ്റം, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ പോസിബിൾ ആണെങ്കിൽ നമ്മൾ ഹ്യൂജ് ഇൻവെൻട്രി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ റിഡ്യൂസ് പർച്ചേസിങ് കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, കാരണം കറക്റ്റ് ടൈമിൽ ഗുഡ്സ് ഡെലിവേർഡ് ആയില്ലെങ്കിൽ ദർ വിൽ ബി മെറ്റീരിയൽ ഷോർട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ടോട്ടൽ സപ്ലൈ ചെയിൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഡെല്ല് എന്ന് പറയുന്നത് പണ്ട് ഡെല്ലിൻ്റെ അങ്ങനെയായിരുന്നു, അതായത് മാസമായിട്ട് കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്നതിന് പകരം ഡെൽ വിൽ മാനുഫാക്ചർ കമ്പ്യൂട്ടർ ഉള്ളി അപ്പോൺ ദ റിക്വസ്റ്റ് ഓഫ് ദ കസ്റ്റമർ. നമുക്ക് ഡെല്ലിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അവിടെ നമുക്ക് എന്ത് ഓപ്ഷൻ, എന്ത് സ്പെസിഫിക്കേഷനിൽ PC വേണം, ലാപ്ടോപ്പ് വേണമെന്ന് നമുക്കതിൽ നോട്ട് ചെയ്യാം. അതനുസരിച്ചാണ് ഡെല്ല് കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്ത് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യണത്. അപ്പോൾ എന്താണ്, ഒന്ന് ഡയറക്റ്റ് ഡെൽ ടു കസ്റ്റമർ. സോ ഒരുപാട് ഇൻ്റർമീഡിയറ്റ് ലിങ്ക്സ് അവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, പിന്നെ ഡെല്ലിന് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും, കസ്റ്റമർ എന്താണ് റിക്വയർമെൻറ്റ് ചെയ്യണത് അത്ര കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും. ഹ്യൂജ് ഇൻവെൻട്രി കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പോസിബിൾ ആക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു കറക്റ്റ് സപ്ലൈ ചെയിൻ ഉള്ളത് കൊണ്ടാണ്. സപ്ലൈ ചെയിൻ ആ ഫ്ലോ, ഇൻഫർമേഷനും പ്രൊഡക്റ്റും എല്ലാം കറക്റ്റായിട്ട് ഫ്ലോ ചെയ്താൽ മാത്രമേ ഡെല്ലിന് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
നെക്സ്റ്റ് ഇതൊക്കെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ്. റിഡ്യൂസ് കോസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സപ്ലൈ ചെയിൻ ഇംപ്രൂവ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി. കോസ്റ്റ് കുറയുമ്പോൾ ഉറപ്പായിട്ടും എന്ത് കൂടും? പ്രോഫിറ്റ് കൂടും, ഫിക്സഡ് അസറ്റ് കുറയും. ബിക്കോസ് നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ഇൻവെൻട്രി ഒന്നും വേണ്ട, ആവശ്യമില്ലാത്ത പ്ലാന്റ് സ്പേസ് വേണ്ട, വെയർ ഹൗസ് സ്പേസ് വേണ്ട. കറക്റ്റ് ചെയ്ത സപ്ലൈ ചെയിൻ ആണെങ്കിൽ നമ്മളുടെ ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യും, വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനാൻസസ് കുറയും, വർക്കിംഗ് ക്യാപിറ്റലിൽ ബ്ലോക്കായി കിടക്കുന്ന എമൗണ്ട് കുറയും. സോ ഒബ്വിയസ്ലി എന്ത് കൂടും? ക്യാഷ് ഫ്ലോ കൂടും. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് വായിച്ച് കാണാതെയൊന്നും പഠിക്കേണ്ട. നിങ്ങൾ ഈ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എന്തൊക്കെയാണ് സിമ്പിളായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അല്ലാണ്ട് ഈ ഇതിൽ ഫുൾ എക്സാമ്പിളാണ്, അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു തവണ വായിച്ചു നോക്കിക്കോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഹെഡിങ്സ് പഠിച്ചു വയ്ക്കുക. ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ് കുറയും, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും, ടോട്ടൽ സപ്ലൈ കോസ്റ്റ് കുറയും, ഫൈനാൻഷ്യൽ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യും, പ്രോഫിറ്റ് കൂടും, ഫിക്സഡ് അസറ്റ് കുറയും, ക്യാഷ് ഫ്ലോ കൂടും. അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ആൻഡ് ലാസ്റ്റ് സൊസൈറ്റൽ ബെനിഫിറ്റ്സും ഉണ്ട്. ബിക്കോസ് അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റെഡ് ക്രോസിൻ്റെ ഒരു മിഷൻ, ഓക്കെ, മെഡിക്കൽ മിഷൻ, ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻ, അങ്ങനത്തെയൊക്കെ എമർജൻസീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിലും പ്രോപ്പറായിട്ട് എന്ത് വേണം? സപ്ലൈ ചെയിൻ വേണം. അത് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി അല്ലെങ്കിലും അവിടെയും ഒരു കസ്റ്റമർ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുവാണല്ലോ. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മിഷൻ, ആംബുലൻസ് കറക്റ്റായിട്ട് എത്തണം, അതും എന്തിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്? സപ്ലൈ ചെയിനിൽ വരുന്നതാണ്. ഓക്കെ, ബിക്കോസ് ആ ആംബുലൻസ് എന്ന് പറയുന്ന സാധനം, ആ സർവീസ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ അതും ഒരു നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻസ് ആണ്, അതും ഒരു സപ്ലൈ ചെയിൻ ആണ്. സോ ദിസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇസ് ഓൾസോ ബെനിഫിഷ്യൽ, ഇസ് ഓൾസോ ഹാവിങ് എ സൊസൈറ്റൽ ബെനിഫിറ്റ്സ്. ക്ലിയർ അല്ലേ? സോ ഇതൊക്കെയാണ് സപ്ലൈ ചെയിനിൻ്റെ വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ക്ലിയർ അല്ലേടാ? ഓക്കെ.